2023 ഫിനാൻസ് വിങ് ഓഡിറ്റിന്റെ റിപ്പോർട്ടുണ്ട് ഗുരുവായൂർ ദേവസ്വത്തിനെ കുറിച്ച്. 2023 ഫിനാൻസ് വിങ്ങിന്റെ ഓഡിറ്റ് ഉണ്ട്. അവിടെ കൃത്യമായ കണക്കുകളില്ല എന്നാണ് റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത്. കാണിക്ക വെക്കുന്നതിനെ കുറിച്ചും അവിടെ ഉണ്ടാകുന്ന സമ്പത്തിനെ കുറിച്ചും കൃത്യമായ കണക്കുകളില്ല. ആ റിപ്പോർട്ട് കൊടുത്ത ഉദ്യോഗസ്ഥന്മാരെ ശിക്ഷിക്കുകയാണ് സർക്കാർ ചെയ്തത്. റിപ്പോർട്ടിന്റെ നിജസ്ഥിതി അന്വേഷിക്കുകയല്ല ചെയ്തത്, ആ റിപ്പോർട്ട് കൊടുത്ത ഉദ്യോഗസ്ഥന്മാരെ ശിക്ഷിക്കുകയാണ് ചെയ്തത്. ആ റിപ്പോർട്ടിന്റെയും നിജസ്ഥിതി അന്വേഷിക്കപ്പെടണം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, പിണറായി നാട് ഭരിക്കുമ്പോൾ വിശ്വാസികൾക്ക് രക്ഷയില്ല, ദൈവങ്ങൾക്കും രക്ഷയില്ല എന്നുള്ള അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെതിരായിട്ടുള്ള പടപ്പുറപ്പാടാണ് ഇവിടെ നമ്മൾ ആരംഭിക്കുന്നത്. ഇതിവിടെ തീരില്ല, ഇത് തുടക്കം മാത്രമാണ്, ഇത് പ്രഖ്യാപനം മാത്രമാണ്. ഇനി വരും ദിവസങ്ങളിൽ കേരളമാകമാനം വിശ്വാസികളുടെ മനമുരുകുന്ന പ്രാർത്ഥനകൾ ഉണ്ടാകുമെന്നുള്ള സംശയമില്ല. ദേവാലയങ്ങളെ അപകീർത്തിപ്പെടുത്താനും അതിന്റെ പവിത്രത കളങ്കപ്പെടുത്താനുമുള്ള ഈ ശ്രമങ്ങൾക്കെതിരായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥന ഉണ്ടാകും. അത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും തമിഴ്നാട്ടിലെയും തെലങ്കാനയിലെയും ആന്ധ്രയിലെയും കർണാടകത്തിലെയും വിശ്വാസ സമൂഹത്തെ കൂടി സംഘടിപ്പിച്ചുകൊണ്ട് ആ കൂട്ടപ്രാർത്ഥനയുമായി കോൺഗ്രസ് മുന്നോട്ട് വരുമെന്നുള്ള കാര്യം ഞങ്ങളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.